എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ടർക്കിഷ് ചിക്കനാണ്. വളരെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ്. നമ്മുടെ കേരള ക്യൂസിൻസ് എന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു ചിക്കൻ റെസിപ്പി ചെയ്യാൻ ഏറ്റവും നല്ലത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസസ് ആണ്. എല്ലില്ലാത്ത ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കനാണ്. ഒരു മീഡിയം സൈസ് പീസസ് ആണ്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഗ്രാം അളവിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1/2 കിലോ അടുത്തുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തിക്ക് കർഡ് ചേർത്ത് കൊടുക്കാം. കട്ടിയുള്ള തൈര് ചേർക്കാം. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ഇല്ലാത്തവർ മാത്രം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു മിക്സ്ഡ് ഹെർബ് ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് അല്ലെങ്കിൽ ക്യുമിൻ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സ്ഡ് ഹെർബ്സിലും അതുപോലെ മാഗി ക്യൂബിലും ഉപ്പുള്ളത് കൊണ്ട് ഈ ഒരു മാരിനേഷനിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 4 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. മിനിമം ഒരു 4 മണിക്കൂറൊക്കെ വെച്ചാലാണ് നല്ലതുപോലെ ജ്യൂസിയും ടെൻഡറും ആയിട്ടുള്ള ചിക്കൻ കിട്ടുക. ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഈ ചിക്കൻ മാറ്റി വെക്കണം. ഇനി നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹോൾ നൈറ്റൊക്കെ വെക്കാവുന്നതാണ്. തലേ ദിവസമേ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതും നന്നായി കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ നന്നായി ചൂടാക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, വളരെ കുറച്ച് ഓയിൽ മാത്രം ചേർത്താൽ മതി. നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഓയിൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ ഉള്ളിൽ നിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങി കറക്റ്റായിട്ട് ഫ്രൈ ആയി വരില്ല. ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഒരു സൈഡ് റെഡിയാക്കി എടുക്കുക. അതിനുശേഷം അടുത്ത സൈഡ് ഫ്ലിപ്പ് ചെയ്യുക. മറിച്ചിട്ടതിന് ശേഷം 2 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഏറ്റവും ചെറിയ തീയിൽ വെച്ചാൽ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങും. വെള്ളം ഇറങ്ങാൻ തുടങ്ങി ഒരു ഗ്രേവി ടൈപ്പൊക്കെ ആയിപ്പോവും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ള ആ ഒരു ഓയിലിൽ കറക്റ്റായിട്ട് ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരും 2 സൈഡ്സും. ഇനി നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ആയി വരുമ്പോൾ ഒരുപാട് ഓയിലാണെന്ന് തോന്നിയാൽ ആ ഒരു ഓയിൽ കുറച്ചെടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഓയിലെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇത് ചെയ്യുന്നതിന് മുമ്പ്. ഈ ഒരു ചിക്കൻ തയ്യാറാവുന്ന സമയം കൊണ്ട് ഒരു വൈറ്റ് സോസ് തയ്യാറാക്കി എടുക്കണം. അത് ഒരിക്കലും മുന്നേ ചെയ്ത് വെക്കരുത്. ഈ ഒരു ചിക്കൻ ഫ്രൈ ആക്കാൻ വെച്ചതിന് ശേഷം മാത്രം ഈ ഒരു വൈറ്റ് സോസ് ചെയ്യാൻ തുടങ്ങുക. പാൻ നന്നായി ചൂടാക്കുക. അതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. ഏറ്റവും ചെറിയ തീയിലേക്ക് വെച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. സോൾട്ടഡോ അൺസോൾട്ടഡോ ചേർക്കാം. ഉപ്പുള്ളതോ ഉപ്പില്ലാത്തതോ ആയ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. മൈദ കൂടി ചേർത്തിട്ട് ഏറ്റവും ചെറിയ തീയിൽ നല്ലതുപോലെ ആ ഒരു മൈദയും ബട്ടറും അലിയിച്ചെടുക്കാം.
ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള പാല് കുറച്ചായി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ ബട്ടറും എടുക്കുമ്പോൾ 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് പാല് അല്ലെങ്കിൽ ഒരു 10 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കാതെ നല്ലതുപോലെ ഇളക്കി റെഡിയാക്കി എടുക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ പാല് ചേർക്കുമ്പോൾ അത് കട്ടയായി ക്രീമി ആയി പോവും. പതിയെ ചെറിയ തീയിലിട്ട് ക്രീമി ടെക്സ്ചറിലേക്ക് ആക്കിയെടുത്താൽ മതിയാവും. ഇളക്കി നല്ല ക്രീമി ടെക്സ്ചറിലേക്ക് ഇത് ആക്കിയെടുക്കാം. സോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുത്തത്. എന്നാലും ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർക്കരുത്, വളരെ കുറച്ച് മാത്രം. 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, ക്രഷ് ചെയ്ത കുരുമുളകും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഈ ഒരു ചിക്കനിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അത് നട്ട്മെഗ് പൗഡറാണ്, അല്ലെങ്കിൽ ജാതിക്കയുടെ കുരു പൊടിച്ച പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്കിതില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു സിനമൺ പൊടിച്ചതുണ്ടല്ലോ, പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി അതും ഇല്ല എന്നുള്ളവർ ചെറിയൊരു ഗരം മസാല ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു ഇറ്റാലിയൻ മിക്സ്ഡ് ഹെർബ്സും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി വെക്കുക. ഈ ഒരു സമയം കൊണ്ട് ചിക്കനും തയ്യാറായിട്ടുണ്ട്. ചിക്കനിൽ ഓയിൽ കൂടുതലാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചെടുത്ത് മാറ്റാവുന്നതാണ്. ഇനി അതിന് മുകളിലേക്ക് ചൂടോടെ തന്നെ ഈ ഒരു വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കാം. വളരെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അതുപോലെ ഇതൊരു ടർക്കിഷ് സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടറായിട്ട് റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഒരിക്കലും നമ്മുടെ ഒരു നാടൻ ടേസ്റ്റും അല്ല, ഒരു അറബിക് ടേസ്റ്റും അല്ല. ഏകദേശം അടുത്ത് നിൽക്കുന്നത് ഒരു ഇറ്റാലിയൻ ഡിഷുകളുടെ ടേസ്റ്റിനോടാണ്. കാരണം നമ്മളിതിൽ ചീസ് കൂടി യൂസ് ചെയ്യുന്നത് കൊണ്ട്. പിന്നെ പൊതുവേ നമ്മൾ മലയാളികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് പിസ്സ, അതുപോലെ പാസ്തയൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലോ. അപ്പോൾ ഈ ഒരു ചിക്കനും നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് ചീസ് കൂടി ചേർത്ത് കൊടുക്കണം. ഗ്രേറ്റ് ചെയ്തിട്ടുള്ള മോസറല്ല ചീസാണ് ചേർക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ചീസ് സ്ലൈസസ് ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു ചീസും വൈറ്റ് സോസും ചിക്കനും നല്ല ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കനും നല്ല ആ ഒരു ഫ്ലേവറൊക്കെ കൂടി ആകുമ്പോഴേക്കും ഇത് അടിപൊളി ടേസ്റ്റാണ്. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. ഏറ്റവും ചെറിയ രീതിയിൽ അടച്ച് വയ്ക്കുക. 2 മിനിറ്റിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഈ ഒരു ഡിഷ് ഒരു സ്റ്റാർട്ടർ ആണെങ്കിൽ കൂടി ഇതിൻ്റെ കൂടെ ഒരു ബ്രെഡ് ഉള്ളതായിരിക്കും നല്ലത്. ചപ്പാത്തിയോ റൊട്ടിയോ പൊറോട്ടയോ കുബൂസോ കൂടെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ടർക്കിഷ് ഫ്ലാറ്റ് ബ്രെഡുകൾ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ കൂടെ കഴിക്കാം. സാധാരണ നമ്മളെ ചപ്പാത്തിയുടെ കൂടെയും ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ആ ഒരു ചീസും വൈറ്റ് സോസും അതുപോലെ ആ ഒരു ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കനും നല്ല ഫ്ലേവറും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള, ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ടൈം മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.